അച്ചടക്കത്തിന്റെയും സംരക്ഷണത്തിന്റെയും പേരിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വീണ്ടും കേരളത്തെ ഞെട്ടിക്കുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് വാട്ടർ എന്ന സ്വകാര്യ ഹോസ്റ്റലിലാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം പുറത്തു വന്നിരിക്കുന്നത്. കേവലം 500 രൂപ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചായിരുന്നു കുരുന്നിന് നേരെ ഈ താലിബാൻ മോഡൽ ശിക്ഷാ നടപടി അരങ്ങേറിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വേനലവധി ആയതിനാൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 30ഓളം കുട്ടികളിൽ ഭൂരിഭാഗവും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. 3 കുട്ടികൾ മാത്രമാണ് ഈ സമയത്ത് അവിടെ അവശേഷിച്ചിരുന്നത്. ഇതിൽ 6ാം ക്ലാസ്സുകാരനായ സഹോദരങ്ങൾക്ക് നേരെയാണ് ഹോസ്റ്റൽ അധികൃതരുടെ ക്രൂരത അരങ്ങേറിയത്. ഹോസ്റ്റലിലെ പാചകക്കാരന്റെ കൈവശമുണ്ടായിരുന്ന 500 രൂപ കാണാതായിരുന്നു. ഇത് ഈ കുട്ടി എടുത്തു എന്ന് വാദിച്ചായിരുന്നു മർദ്ദനം തുടങ്ങിയത്. കുട്ടിയുടെ കൈകൾ കെട്ടിയിട്ട ശേഷം കാലിൽ കയർ മുറുക്കി തലകീഴായി കെട്ടിത്തൂക്കുകയായിരുന്നു. ഹോസ്റ്റൽ വാർഡനും പാചകക്കാരനും ചേർന്നാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു. തലകീഴായി തൂങ്ങിക്കിടന്ന കുട്ടിയെ ഇവർ ചോദ്യം ചെയ്യുകയും തുടർച്ചയായി മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തിന് ശേഷം ഭയന്നുറച്ച കുട്ടിയെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ കൂടെ വിടുകയായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ ശേഷം കുട്ടി കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും പേടിച്ച് വിറയ്ക്കുകയും ചെയ്തു. വീട്ടുകാർ കാര്യം തിരക്കിയപ്പോഴാണ് ഹോസ്റ്റലിൽ നടന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ കുട്ടി വെളിപ്പെടുത്തിയത്. കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ് പാടുകളും കയർ മുറുകിയ അടയാളങ്ങളും കണ്ടതോടെ രക്ഷിതാക്കൾ ഉടൻ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പുനലൂർ ലിവിംഗ് വാട്ടർ ഹോസ്റ്റലിൽ നടന്ന ക്രൂരമായ അതിക്രമത്തിൽ പോലീസ് ഇപ്പോൾ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് അതിവേഗത്തിലുള്ള ഇടപെടലുകൾ നടത്തി. ക്രൂരമായ മർദ്ദനത്തിനിരയായ 6ാം ക്ലാസ്സുകാരനെ ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. കുട്ടിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തിയ പോലീസ് നിലവിൽ ഹോസ്റ്റൽ വാർഡനെയും പാചകക്കാരനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള ബാലനീതി നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ കുറ്റകൃത്യങ്ങൾ കൂടി ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നിയമപരമായ പിന്തുണയും നൽകുമെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ട സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഉണ്ടാകുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ലിവിംഗ് വാട്ടർ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടികളോടുള്ള ഇവരുടെ മുൻകാല പെരുമാറ്റത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സോഷ്യൽ മീഡിയയിലും മറ്റും സ്ഥാപനത്തിനെതിരെ വൻ ജനരോഷം ഉയർന്നിട്ടുണ്ട്. ഒരു കുട്ടി തെറ്റ് ചെയ്തു എന്ന് സംശയമുണ്ടെങ്കിൽ പോലും നിയമപരമായ വഴികൾ തേടുന്നതിന് പകരം ഇത്രയും പ്രാകൃതമായ രീതിയിൽ ശിക്ഷ നടപ്പിലാക്കിയത് യാതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് ബാലാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഹോസ്റ്റലുകൾ പോലുള്ള സ്ഥാപനങ്ങൾ കൃത്യമായ സർക്കാർ നിരീക്ഷണത്തിന് കീഴിലായിരിക്കണമെന്നും ജീവനക്കാരെ നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലവും മാനസികാവസ്ഥയും പരിശോധിക്കണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ശാരീരിക മർദ്ദനത്തെക്കാൾ ഉപരിയായി കുട്ടി അനുഭവിച്ച മാനസികാഘാതം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ ബാലനീതി നിയമപ്രകാരം കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം പ്രവണതകൾക്ക് അറുതി വരുത്താൻ സാധിക്കൂ.